OP 10.0 ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ മറ്റൊരു സെക്ഷനിലായിട്ട് എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുവാണ്. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 04 സിലബസ് ഡീകോഡിംഗ് ആണ്. സോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള MA എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ഇയറിൽ എത്രമാത്രം സബ്ജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്, അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് ലേൺ വൈസിൽ നിന്ന് കിട്ടുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ എന്റെ സെക്ഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് തഹസീൻ, ഞാനാണ് MA എഡ്യൂക്കേഷൻ മെന്ററായിട്ട് വരുന്നത്. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ എന്റെ കൂടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആയിട്ടുള്ള വൈഷ്ണവ് മാം ഉണ്ട്. അതുപോലെ റെക്കോർഡിംഗ് സെക്ഷനിൽ ഹന മാമും നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സെക്ഷൻസിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് സിലബസ് ഡീകോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ എത്രമാത്രം സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്, അതിൽ എത്ര ബ്ലോക്സ് വരുന്നു, എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ലേൺ വൈസിൽ എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ നമ്മുടെ അസൈൻമെന്റ്സ് എങ്ങനെയാണ്, എക്സാംസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കൂടാതെ നമുക്ക് ഒരു അഡ്വാൻസ് സപ്പോർട്ടുകൾ എന്തൊക്കെ ലേൺ വൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്, സ്റ്റഡീസിന് മാത്രമല്ലാതെ മറ്റല്ലാതെ നമുക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നമ്മുടെ ലേൺ വൈസ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും, പിന്നെ എല്ലാ സെക്ഷന്റെയും അവസാനം നമുക്കൊരു ആക്ഷൻ ടാസ്ക് നമ്മൾ തരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷന്റെ അവസാനം നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ഇഗ്നു സിലബസ് എന്ന് പറയുന്നത് 5 ലെയേഴ്സ് ആണ്. 5 ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതൊക്കെ സെം വൈസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇയർ വൈസ് ആയിട്ടാണ് എക്സാംസും കാര്യങ്ങളും എല്ലാം വരുന്നത്. സോ കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ആണ് MA എഡ്യൂക്കേഷൻ. MEEDU എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പഠിക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ 6 സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ 6 സബ്ജക്റ്റ് നമ്മൾ വിളിക്കുന്നതാണ് കോഴ്സസ്. ഓരോ സബ്ജക്റ്റും നമ്മൾ കോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ കോഡും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും എത്ര ബ്ലോക്സ് വരുന്നു, എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. കൂടാതെ നമുക്ക് എക്സാംസ് അതുപോലെ അസൈൻമെന്റ്സ് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതും നമ്മൾ പറയുന്നുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എത്ര ഇയർ ഉണ്ട്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്രമാത്രം കോഴ്സസ് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ MA എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 ഇയേഴ്സിന്റെ പ്രോഗ്രാം ആണ്. പക്ഷെ നമുക്കൊരു 4 ഇയേഴ്സിന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. 4 ഇയേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി ആക്ച്വലി. സോ ഫസ്റ്റ് 2 ഇയേഴ്സ് കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വരുന്നതാണെങ്കിൽ നമുക്ക് 4 ഇയേഴ്സിന്റെ ഒരു കംഫർട്ട് സോൺ അവിടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഇയറിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സിലബസ് മാപ്പ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇയറിൽ 6 സബ്ജക്റ്റുകളാണ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 6 സബ്ജക്റ്റും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ ലെക്ചേഴ്സുകളും അതുപോലെ ലൈവ് സെക്ഷൻസുകളും മെറ്റീരിയൽസ് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സബ്ജക്റ്റുകളാണ് നമ്മളിവിടെ ഫുള്ളി അവൈലബിൾ എന്ന് വെച്ചാൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇവിടെ സൈഡിൽ നമുക്ക് ക്രെഡിറ്റ്സുകൾ കാണാനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 ഹവേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു 30 ഹവേഴ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നാണ് ഒരു ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് 4 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 4 × 30 അത്രയും ഹവേഴ്സ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സസുകൾ നോക്കാം. MES 1-1 അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ, അതുപോലെ MES 1-2 Education, Natural and Purpose, MES 1-3 Learning, Learners and Development, MES 1-4 Societal Context of Education, MES 1-5 Operational Dimension of Education, MES 1-6 Education Research. അപ്പൊ ഈ ഒരു 6 പേപ്പേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓരോ കോഴ്സിന്റെയും കോഡാണ് ഇവിടെ നമ്മൾ സൈഡിൽ വായിച്ചത്. MES 1-1, MES 1-2, MES 1-3 എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആ ഒരു കോഴ്സിന്റെ കോഡാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഇയറിൽ വരുന്ന സിലബസുകളാണ്. സെക്കൻഡ് ഇയറിൽ ആക്ച്വലി നമുക്ക് സ്പെഷ്യലൈസേഷൻ ആണ്. നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അതിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫുള്ളി അവൈലബിൾ എന്നും മെറ്റീരിയൽസ് ഓൺലി എന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഫുള്ളി അവൈലബിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടാകും, വീഡിയോ ക്ലാസ്സസ് ലെക്ചേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. മെറ്റീരിയൽസ് ഓൺലൈനിൽ നമുക്ക് വീഡിയോ ലെക്ചേഴ്സുകൾ ഉണ്ടാകില്ല. ഓക്കെ, വീഡിയോ ലെക്ചേഴ്സുകൾ ഉണ്ടാകില്ല, ലൈവ് റിവിഷൻ സെക്ഷൻസുകളും കാര്യങ്ങളും ഉണ്ടാകില്ല. പകരം നമുക്ക് മെറ്റീരിയൽസ് ആയിട്ടുള്ള PDF-കളും അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക.
ഓക്കെ. അപ്പൊ സെക്കൻഡ് ഇയറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്ന സമയത്തായിരിക്കും നമ്മളത് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കോഴ്സസിലോട്ട് കടക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്ന MES 101 ഹയർ എഡ്യൂക്കേഷൻ ഇസ് കോണ്ടാക്ട്സ് ആൻഡ് ലിങ്കേജസ്, MES 102 ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ, MES 103 higher education the psychosocial context, MES 104 planning and management of higher education, and disaster distance education വരുന്ന MES 211 growth and philosophy of distance education, MES 212 instructional design, MES 213 learner support system and services, MES 214 management of distance education, MES 215 education communication technologies. പിന്നെ എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ വരുന്ന മറ്റു MES 131 എഡ്യൂക്കേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ, MES 132 computer in education, MES 133 selection and integration of technology in education process, MES 134 design development and delivery of courseware, educational management വരുന്ന MES 41 growth and development of educational management, MES 42 dimension of educational management, MES 43 organization behavior, and MES 44 institutional management. Adult education വരുന്ന MEAE 1 understanding adult education, MEAE 2 policy planning and implementation of adult education in India, MEAE 3 knowledge management, information dissemination and network, MEAE 4 extension education and development. ഏറ്റവും അവസാനമായിട്ട് MESP 1 dissertation നമുക്കുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് സെക്കൻഡ് ഇയറിൽ വരുന്ന സിലബസ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ എല്ലാ പേർപ്പസും നമുക്കില്ല, നമുക്കതിൽ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റും, അതായത് ഓരോ കോഴ്സിലും നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ വരുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള MES 011 അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ. അപ്പൊ ഈ ഒരു പേപ്പറിൽ നോക്കുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ പ്രോസ്പെക്ട്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആസ്പെക്ട്സ് എങ്ങനെ വരുന്നു, അതിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ. അതിൽ 4 യൂണിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എഡ്യൂക്കേഷൻ ആസ് എ ഓപ്പറേഷണൽ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി, സെക്കൻഡ് യൂണിറ്റ് എഡ്യൂക്കേഷൻ ആസ് എ പർപ്പസീവ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്, and unit 3 differentiate education from learning and schooling, unit 4 education as a institutional network. ഓക്കെ. അപ്പോൾ ഈ ഒരു 4 യൂണിറ്റുകളാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലുള്ളത്. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഇസ് ബേസിസ്. അപ്പൊ സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ബേസിക് എന്താണ്, അതായത് സോഷ്യൽ ബേസിസ് എന്താണ്, ഫിലോസഫിക്കൽ ബേസിസ് എന്താണ്, അതുപോലെ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്താണ്, അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. സോ സെക്കൻഡ് ബ്ലോക്കിൽ 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 5 സോഷ്യോ ഫിലോസഫിക്കൽ ബേസിസ്, ആൻഡ് യൂണിറ്റ് 6 എഡ്യൂക്കേഷൻ സം സിഗ്നിഫിക്കൻസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, യൂണിറ്റ് 7 എഡ്യൂക്കേഷൻ സപ്പോർട്ട്സ് റിക്വയർഡ്, യൂണിറ്റ് 8 കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് സപ്പോർട്ട് ഇൻ എഡ്യൂക്കേഷൻ. ആൻഡ് ബ്ലോക്ക് 3 3 യൂണിറ്റുകളാണ് വരുന്നത്. ബ്ലോക്ക് 3 ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് അതിന്റെ സോഷ്യൽ പൊളിറ്റിക്കൽ സിസ്റ്റംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി അതായിരിക്കും നമ്മൾ ആ ബ്ലോക്ക് 3 പഠിക്കുന്നുണ്ടായിരിക്കാം. സോ യൂണിറ്റ് 9 എഡ്യൂക്കേഷണൽ ഗോൾസ് ആസ് എ റിഫ്ലക്റ്റീവ് ഓഫ് സോഷ്യൽ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് എ സൊസൈറ്റി, ആൻഡ് യൂണിറ്റ് 10 പൊളിറ്റിക്കൽ ഫോഴ്സസ് ആസ് എ നെസസറി സപ്പോർട്ട്സ് ആൻഡ് ഇൻവൈറ്റ് കൺസ്ട്രെയിൻ ടു എഡ്യൂക്കേഷൻ, ആൻഡ് യൂണിറ്റ് 11 എഡ്യൂക്കേഷണൽ ഓപ്പറേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡിസിഷൻസ് മേക്കിംഗ്. ഓക്കെ. ആൻഡ് ബ്ലോക്ക് 4 നമുക്ക് 2 യൂണിറ്റുകളാണ് വരുന്നത്. എഡ്യൂക്കേഷൻ ആസ് ആൻ ഓവർവ്യൂ. ഓക്കെ. അപ്പോൾ യൂണിറ്റ് 12 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് ഡയമെൻഷൻസ്, അതിന്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു. അതുപോലെ യൂണിറ്റ് 13 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ നോളജ് ജനറേഷൻ. ഓക്കെ. അതിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും നമ്മൾ അതിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കോഴ്സ് ആയിട്ടുള്ള MES 012 എഡ്യൂക്കേഷൻ നാച്ചുറൽ ആൻഡ് പർപ്പസ്. സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് നോക്കുവാണ്, ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആൻഡ് നാച്ചുറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഫീൽഡ് ഓഫ് നോളജ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പരിചയപ്പെടുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് മൊത്തം 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 1 കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിറ്റ് 2 എഡ്യൂക്കേഷൻ ആസ് എ ഫീൽഡ് ഓഫ് നോളജ്, ആൻഡ് യൂണിറ്റ് 3 സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിറ്റ് 4 ക്യാരക്ടറൈസിങ് എഡ്യൂക്കേഷൻ. ഓക്കെ. ആൻഡ് ബ്ലോക്ക് 2 3 യൂണിറ്റുകളാണ് വരുന്നത്. നോളജ് ഇൻ എഡ്യൂക്കേഷൻ,
ഫസ്റ്റ് യൂണിറ്റ് 5 എന്ന് പറയുന്നത് അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നോളജിന്റെ നാച്ചർ ഓഫ് നോളജ് എന്താണ് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് യൂണിറ്റ് 6 ആൻഷ്യന്റ് ഇന്ത്യൻ കൺസെപ്റ്റ് ആൻഡ് നാച്ചർ ഓഫ് നോളജ്. യൂണിറ്റ് 7 മെറ്റീരിയൽ, അതായത് ഇസ്ലാമിക് ഇന്ത്യൻ കൺസെപ്റ്റ് ആൻഡ് നാച്ചർ ഓഫ് നോളജ്. ഓക്കെ. ആൻഡ് ബ്ലോക്ക് 3 നമുക്ക് അതിന്റെ എയിംസും ഗോൾസും കാര്യങ്ങളായിരിക്കും. എഡ്യൂക്കേഷന്റെ എയിംസ് എന്താണ്, ഗോൾസ് എന്താണ്, അതോ ഡിഫറെന്റ് തിയറീസിൽ, ഇപ്പൊ വെസ്റ്റേൺ തിങ്കേഴ്സിൽ അല്ലെങ്കിൽ മോഡേൺ തിങ്കേഴ്സ്, അങ്ങനെയുള്ള ഓരോ തിയറിറ്റിക്കലും നമുക്ക് എങ്ങനെ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അതിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കുക. സോ ബ്ലോക്ക് 3 നമുക്ക് നോക്കാനുള്ളത് എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. യൂണിറ്റ് 8 basis of education, aims and goals. And Unit 9, aims and goals of education in Indian philosophical traditions. Unit 10, aims and goals of education, Western thought. Unit 11, aims and goals of education, modern Indian context. Unit 12, aims of education, modern thinkers. Okay. And Block 4, curriculum and its various aspects. ഈ പറയുന്ന പോലെ തന്നെ അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ കരിക്കുലം എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ എങ്ങനെയാണ്, പ്ലാനിങ്സും ഡെവലപ്മെന്റും ഡിസൈൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ബ്ലോക്ക് 4, curriculum and its various aspects. Unit 13, meaning and concept of curriculum. Unit 14, foundations of curriculum. Unit 15, curriculum planning. Unit 16, models of curriculum designs and development. Unit 17, curriculum evaluation. And നമ്മുടെ നെക്സ്റ്റ് കോഴ്സ് ആയിട്ടുള്ള MES 013 ലേണേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലേണിംഗ് കൺസെപ്റ്റ് ആൻഡ് പ്രോസസ് ആണ്. സോ ഈ ഒരു 4 യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് സ്കോപ്സ്. എന്താണ് ലേണിംഗ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ ഡൈനാമിക്സ് എന്താണ്, എന്തൊക്കെ ഇഷ്യൂസ് അതിൽ വരുന്നുണ്ട്, അപ്പൊ എന്തൊക്കെ ട്രെൻഡ് സിസ്റ്റംസ് മാറി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് സ്കോപ്പ്. ആൻഡ് യൂണിറ്റ് 2, ഡൈനാമിക് ഓഫ് ലേണിംഗ്. യൂണിറ്റ് 3, ലേണിംഗ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. യൂണിറ്റ് 4, ലേണിംഗ് ട്രെൻഡ്സ് ആൻഡ് സിസ്റ്റംസ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് ദ ലേണർ. അതിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് വരുന്നത്. യൂണിറ്റ് 5, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണേഴ്സ് 1. യൂണിറ്റ് 6, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണേഴ്സ് 2. ആൻഡ് യൂണിറ്റ് 7, ദ ലേണർ വേരിയസ് പെർസ്പെക്റ്റീവ്സ്. അതായത് ലേണേഴ്സിന്റെ സൈഡിൽ നിന്നുകൊണ്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ബ്ലോക്ക് 5 നോക്കുവാണെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ക്രിട്ടിക്കൽ സമ്മറി. അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 16 എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റിക് ലേണിംഗ്, തിയറീസ് ആൻഡ് their instructional applications. Unit 17, Gestalt and cognitive field psychology of learning. And Unit 18, information processing and humanistic approaches to learning. Unit 19, constructivism. And next നമ്മുടെ പേപ്പർ ആയിട്ടുള്ള MES 014 സൊസൈറ്റൽ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ഈ ഒരു പേപ്പറിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ സോഷ്യലൈസേഷൻ എന്താണ്, സോഷ്യൽ ചേഞ്ചസ്, അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് ബ്ലോക്കിലും എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി, കൺസെപ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. സോ അതിൽ 3 യൂണിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. Unit 2, education, social structure, social stratification and social mobility. Unit 3, social change, development and education. And Block 2, political and economic perspectives of education. അതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. സോ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നതും ഈ ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് അതിന്റെ പൊളിറ്റിക്കൽ സൈഡ്സ് അതുപോലെ എക്കണോമിക് സൈഡ്സ് എന്താണ് എന്നുള്ളതായിരിക്കും. അപ്പൊ അവരുടെ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ അതിന്റെ പോളിസീസ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 4, എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ. Unit 5, political economy of education. Unit 6, education policy, decision making and political perspective of education. And Block 3, social context of school. അപ്പോൾ ഇതിൽ ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അതിന്റെ കൾച്ചറൽ പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. സോ ബ്ലോക്ക് 3, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂൾ. അതിൽ യൂണിറ്റ് 7, സ്കൂൾ ആസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ. യൂണിറ്റ് 8, schooling as a socio-cultural process. Unit 9, teachers as an educational input. Unit 10, teaching professions. Unit 11, community participation in education. Okay. And Block 4, knowledge and education. ഓക്കെ. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ അതിന്റെ ഐഡിയോളജീസും അതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ മറ്റ് മീഡിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മാസ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മാസ് മീഡിയാസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ Block 4, knowledge and education. Unit 12, school organization of knowledge. And Unit 13, ideology and curriculum. Unit 14, medium of instruction. Unit 15, mass media and education.
ആൻഡ് ബ്ലോക്ക് 5 എമർജിംഗ് കൺസേൺസ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് മൊത്തം 4 യൂണിറ്റുകൾ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 16 സോഷ്യൽ ഡൈവേഴ്സിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ, യൂണിറ്റ് 17 ഇക്വിറ്റി ആൻഡ് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ, യൂണിറ്റ് 18 അൾട്ടർനേറ്റീവ് ഇൻ എഡ്യൂക്കേഷൻ, യൂണിറ്റ് 19 റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ പേപ്പർ ആയിട്ടുള്ള MES 015 ഓപ്പറേഷണൽ ഡയമെൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ അതിന്റെ ഡിഫറെന്റ് സിമുലേഷൻസ് അല്ലെങ്കിൽ അതിന്റെ മോഡൽസ്, അതുപോലെ കമ്പാരിറ്റീവ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ആൻഡ് യൂണിറ്റ് 2 ഓർഗനൈസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ 2, യൂണിറ്റ് 3 ഇന്നോവേറ്റീവ് ultimate and models of education, unit 4 education for all in India, joint responsibility of state and community, unit 5 informal education. ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. കറക്റ്റ് അതുപോലെ തന്നെ, അതായത് പോളിസി മേക്കിംഗ്സ് ഒക്കെ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ യൂണിറ്റ് 6 പോളിസി പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, യൂണിറ്റ് 7 instituting arrangements of educational operations, unit 8 resource management for education at a micro level, unit 9 program and institutional evaluation. Block 3 educational operations at a micro level. Okay, അപ്പോൾ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻ ഫേസ് ടു ഫേസ് മോഡ്, ആൻഡ് യൂണിറ്റ് 11 ഓർഗനൈസേഷൻ ലേണിംഗ് എക്സ്പീരിയൻസ് അറ്റ് മൈക്രോ ലെവൽ ത്രൂ ODLS, യൂണിറ്റ് 12 കരിക്കുലം ട്രാൻസിഷൻ ഇൻ ക്ലാസ് റൂം situations, and unit 13 curriculum transition in ODLS. And block 4 decision making, implementation and evaluation of curriculum transition. ഓക്കെ, അപ്പൊ അതിൽ 4 യൂണിറ്റുകൾ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 14 എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് അറ്റ് മൈക്രോ ലെവൽ, യൂണിറ്റ് 15 ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് പ്രാക്ടീസ് അറ്റ് മൈക്രോ ലെവൽ, യൂണിറ്റ് 16 എഫക്റ്റീവ്നെസ് ഓഫ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ്, യൂണിറ്റ് 17 കണ്ടിന്യൂസ് അറ്റ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ പ്രോഗ്രാം. ആൻഡ് MES 1016 എഡ്യൂക്കേഷൻ റിസർച്ച്. അപ്പൊ ഈ ഒരു പേപ്പറിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ഓഫ് നോളജിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ്, അതിന്റെ റിസർച്ച് സ്കോപ്പ്, ലിമിറ്റേഷൻസ്, കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എഡ്യൂക്കേഷൻ റിസർച്ച് ആണ്. യൂണിറ്റ് 2 നോളജ് ജനറേഷൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് 1, Unit 3 knowledge generation historical perspective 2, Unit 4 approaches to educational research assumptions, scope and limitations. And look to different type of studies in education research. ഓക്കെ, അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷൻ റിസർച്ചിൽ നമുക്ക് എന്തൊക്കെ സ്റ്റഡീസ് വരുന്നുണ്ട്, ഏതൊക്കെ മെത്തഡ്സിലാണ് അത് വരുന്നത്, അതിന്റെ ഐഡിയോളജി ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ യൂണിറ്റ് 5 descriptive research, unit 6 experimental research 1, unit 7 experimental research 2, unit 8 qualitative research, unit 9 philosophical and historical studies, and block 3 research design. Okay, 4 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 10 ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ആൻഡ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, യൂണിറ്റ് 11 ഹൈപ്പോത്തസിസ് നാച്ചർ ഓഫ് ഫോർമുലേഷൻ, യൂണിറ്റ് 12 സാമ്പിളിംഗ്, യൂണിറ്റ് 13 ടൂൾസ് ആൻഡ് ടെക്നോളജി ഓഫ് ഡാറ്റ കളക്ഷൻസ്, ആൻഡ് ബ്ലോക്ക് 4 ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്. അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാറ്റാസ് കാര്യങ്ങൾ എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡാറ്റാസും കുറച്ച് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയൊരു പ്രോബ്ലമാറ്റിക് തിയറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നുണ്ടായിരിക്കാം. സോ യൂണിറ്റ് 14 എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്, അതാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 15 അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, inferential statistics based on programmatic test. Unit 16 analysis of quantitative data, inferential statistics based on non-parametric test. And Unit 17 analysis of qualitative data, and Unit 18 data analysis techniques in qualitative research, and Unit 19 computer data analysis. And block 5 research reports and applications. അതിൽ നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 20 റൈറ്റിംഗ് പ്രപ്പോസൽ ആൻഡ് സിനോണിംസ്, അല്ലെങ്കിൽ യൂണിറ്റ് 21 മെത്തേഡ്സ് ഓഫ് ലിറ്ററേച്ചർ റിസർച്ച് ആൻഡ് റിവ്യൂ, ആൻഡ് യൂണിറ്റ് 22 റിസർച്ച് റിപ്പോർട്ട് വേരിയസ് കോമ്പണൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്, യൂണിറ്റ് 23 സ്കീം ഓഫ് ചാപ്റ്ററൈസേഷൻ ആൻഡ് റെഫറൻസിങ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് പേപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റിസർച്ചിൽ വരുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ എത്ര സബ്ജക്റ്റുകളുണ്ട്, 6 സബ്ജക്റ്റുകളാണ്. 6 സബ്ജക്റ്റിന്റെയും ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു അനലൈസേഷൻ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ അസൈൻമെന്റ്സ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോ നമുക്ക് ഇപ്പൊ നമ്മൾ ജൂലൈ 25 ബാച്ച് ആണ്. സോ നെക്സ്റ്റ് മാർച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് അസൈൻമെന്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്റ്റഡി സെന്റർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് നമ്മുടെ അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ഇയറിൽ നമുക്ക് 6 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ 6 പേപ്പേഴ്സിന്റെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ അസൈൻമെന്റ്സ് എഴുതുന്നതിനായിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും നമ്മൾ നമ്മുടെ അസൈൻമെന്റ്സിന് ഫോളോ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ് നമ്മുടെ അസൈൻമെന്റ്സിന് മാർക്ക് ഇടുന്നത്. സോ അവർ പറയുന്ന റൂൾസ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് സ്റ്റഡി സെന്റേഴ്സിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. സോ നമ്മുടെ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് റൂൾസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് അസൈൻമെന്റ്സ് ചെയ്യേണ്ടത്. A4 എഴുതേണ്ടത്. ചില സ്റ്റഡി സെന്റേഴ്സ് നമ്മുടെ അടുത്ത് A4 1 സൈഡ് എഴുതി പോകാം, ചില സ്റ്റഡി സെന്റേഴ്സ് 2 സൈഡ് എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് ഏരിയയിൽ 4 സെന്റിമീറ്റേഴ്സും ബാക്കിയുള്ള ഏരിയസിലെല്ലാം നമ്മൾ 2 സെന്റിമീറ്റേഴ്സും മാർജിൻ വരയ്ക്കണം. അതുപോലെ നമുക്ക് അസൈൻമെന്റ് സപ്പോർട്ടായിട്ട് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ആൻസേഴ്സും അതിന്റെ മുകളിൽ A4 എഴുതിയിട്ടുള്ള ആൻസേഴ്സുകളും അതുപോലെ അതിന് മുകളിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിന് മുകളിലായിട്ട് ഇവാലുവേഷൻ ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ്, ആൻഡ് ഇതെല്ലാം വെച്ചുകൊണ്ട് പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 6 അസൈൻമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു 6 അസൈൻമെന്റ്സും സെപ്പറേറ്റ്ലി ഇവാലുവേഷൻ ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ നമ്മുടെ എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും എന്ന് പറയുന്നത് ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് വരുന്നത്. 20 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻസുകൾ, 10-12 മാർക്കിന് വരുന്ന ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസുകൾ, 5 to 6 മാർക്സിന് വരുന്ന ഷോർട്ട് നോട്ടുകൾ. ഇങ്ങനെ സെക്ഷൻ എ, ബി, സി എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് സെക്ഷൻസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. സെയിം തന്നെയാണ് നമ്മുടെ അസൈൻമെന്റ്സിലും, സെയിം തന്നെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ അസൈൻമെന്റ്സിലെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. എല്ലാം 100-ലോട്ടാണ്. 100-ൽ 40% ആണ് നമുക്ക് അസൈൻമെന്റ്സിന്റെ പാസ് മാർക്കായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പൊ മാർച്ച് 31 ആയിരിക്കും നമ്മുടെ അസൈൻമെന്റ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ. സോ അപ്പോഴേക്കും നമ്മൾ സ്റ്റഡി സെന്ററിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു റെസിപ്റ്റ് കിട്ടും. അതാണ് അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു റെസിപ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ കൈപ്പറ്റിയിരിക്കണം. ഇൻ കേസ് ഇപ്പോ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പറയുവാണ് ഇങ്ങനെ ഒരു സ്ലിപ്പോ കാര്യങ്ങളോ അവിടുന്ന് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് വെക്കുക. കൂടാതെ നിങ്ങൾ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ ഒരു അസൈൻമെന്റ്സുകളെല്ലാം ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും അതിന്റെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഇനി നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുവാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഈ റെക്കോർഡിൽ സൈൻ ചെയ്യുന്നതൊന്നും ഫോട്ടോ എടുക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്നോളജി സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് സീലോ സൈനോ നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കാണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ആ ഒരു സ്ലിപ്പ് നമുക്ക് നിർബന്ധമാണ്. അത് നമ്മുടെ അസൈൻമെന്റ് മാർക്ക് വരുന്നത് വരെ, റിസൾട്ട് വരുന്നത് വരെ നമ്മൾ ആ ഒരു സ്ലിപ്പ് സൂക്ഷിച്ചു വെക്കണം. ഇൻ കേസ് നമ്മുടെ അസൈൻമെന്റ്സ് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മിസ്സായി പോയാൽ നമുക്ക് കാണിക്കാനുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലിപ്പ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിന്റെ നമ്മുടെ ഓരോ അസൈൻമെന്റ്സും ചുരുങ്ങിയത് 30 പേജ് എന്തായാലും ഉണ്ടായിരിക്കണം. മാക്സിമം നമുക്ക് എത്ര പേജസും പോകാം. പക്ഷെ ചുരുങ്ങിയത് എന്തായാലും നമ്മുടെ ഈ 30 പേജ് ഓരോ അസൈൻമെന്റ്സും ഉണ്ടായിരിക്കണം. ഓക്കെ. അടുത്തായിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻ. നമുക്ക് അസൈൻമെന്റ്സ് കൂടാതെ നമുക്ക് നമ്മുടെ ഇയർ വൈസ് ആയിട്ടാണ് നമുക്ക് എക്സാംസ് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നതൊക്കെ സെം വൈസ് ആയിട്ടാണെങ്കിലും നമുക്ക് എക്സാംസ് എല്ലാം വരുന്നത് ഇയർ വൈസ് ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് നെക്സ്റ്റ് ഇഗ്നു ഒരു ഇയറിൽ 2 ടൈംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ജൂണിലും പിന്നെ ഒന്ന് ഡിസംബറിലും ആയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ജൂലൈ 25 ബാച്ച് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ജൂണിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ജൂണിൽ എക്സാംസ് വരുന്ന സമയത്ത് ഏകദേശം ഒരു ഏപ്രിൽ മന്ത് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. സോ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ എക്സാം സെന്റേഴ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള എക്സാം സെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു വരുന്ന സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ നമ്മളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ, അതായത് എക്സാം രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ എത്രമാത്രം ഡിലേ ആവുന്നു അപ്പോഴേക്കും നമുക്ക് തൊട്ടടുത്തുള്ള സെന്റേഴ്സ് ചിലപ്പോൾ ഫില്ല് ആയിട്ടുണ്ടായിരിക്കും. എവിടെയാണോ സീറ്റ് ഒഴിവുള്ളത് അവിടെ പോയിട്ട് നമ്മൾ എക്സാം എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. എക്സാംസ് എല്ലാം 100-ലോട്ട് തന്നെയാണ്. 100-ൽ 40% ആണ് നമുക്ക് പാസ് മാർക്ക് ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഫൈനൽ സ്കോർ എങ്ങനെയാണ് ഇടുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ അസൈൻമെന്റ്സ് 100-ലോട്ടാണ്.
എക്സാംസും 100-ലോട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അസൈൻമെന്റ്സ് എഴുതി കിട്ടിയ 100-ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയ മാർക്കിന്റെ 30% പ്ലസ് സെയിം സബ്ജക്റ്റിന്റെ എക്സാംസ് നമുക്ക് 100-ൽ നമുക്ക് എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് അതിന്റെ 70%. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 100-ലോട്ട് മാർക്ക് കൺവേർട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ. അതായത് അസൈൻമെന്റ്സ് നമുക്ക് എഴുതി എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയ മാർക്കിന്റെ 30%, എക്സാംസ് എഴുതി കിട്ടിയ മാർക്കിന്റെ 70%, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ 100-ലോട്ടായിട്ട് വരുന്നുണ്ടായിരിക്കുക. അടുത്തതായിട്ട് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സിലബസ് എന്താണ്, എത്ര ബ്ലോക്സ്, യൂണിറ്റ് കാര്യങ്ങൾ, നമുക്ക് അസൈൻമെന്റ്സ് എങ്ങനെയാണ് വരുന്നത്, എക്സാംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്താണ് ആക്ച്വലി ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ നമുക്ക് എന്തൊക്കെ സപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വീഡിയോ ലെക്ചേഴ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ആപ്പിനകത്ത് പർച്ചേസ്ഡ് കോഴ്സിലെ കണ്ടന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമുക്ക് വീഡിയോ ലെക്ചേഴ്സുകൾ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺ പ്രോഗ്രസ്സിലാണ് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള എല്ലാവരും ആയിട്ടുണ്ട്. സോ ഈ ഒരു മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. സോ നിലവിൽ ചുരുങ്ങിയ വീഡിയോസ് ആയിരിക്കും ഇപ്പൊ ആപ്പിനകത്ത് ഉണ്ടായിരിക്കുക. പക്ഷെ കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഓരോ ദിവസം ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ നമ്മുടെ ആപ്പിനകത്ത് എല്ലാ സബ്ജക്റ്റിന്റെയും യൂണിറ്റ് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് വരുന്നുണ്ടാകും. കൂടാതെ നമുക്കൊരു ഹെൽപ്പ് ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് നമുക്ക് അതിനോട് കൊണ്ടുണ്ടാകും. വാല്യൂ ആഡഡ് നോട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ, ഹെൽപ്പ് ബുക്ക് എന്ന് വെച്ചാൽ നമുക്ക് കീ പോയിന്റ്സ് ആയിട്ട് നമ്മുടെ വലിയ വലിയ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ലെക്ചർ നോട്ട് പോലെ കീ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ നോട്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇഗ്നു SL സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ തനി കോപ്പി തന്നെയാണ് ഈ ഒരു SLM എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം ഏകദേശം 2 മന്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതെങ്കിലും പോസ്റ്റ് വഴി വീട്ടിലോട്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് പകരമായിട്ട് നമുക്ക് ആപ്പിനകത്തുള്ള ഈ ഒരു SLM എന്ന് പറയുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് തനി കോപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ അതിനെ കൂടാതെ നമുക്ക് എക്സാം പീഡിയ എന്ന് പറയുന്ന ഒരു PDF കൂടെ നിങ്ങൾക്ക് അതിൽ PDF ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എക്സാം പീഡിയ എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ, ആൻസേഴ്സ്, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതും നമ്മുടെ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഫാസ്റ്റ് ട്രാക്ക് പാസ്, അതായത് ഇപ്പൊ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്, വളരെ ബിസി ഷെഡ്യൂൾ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടു തീർക്കണം എന്നൊരു ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ടൈമിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 1x ഇടുന്ന നമ്മൾ നോർമൽ വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, 1.25x ഇട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. കൂടാതെ നമുക്ക് ഹെൽപ്പ് ബുക്ക് സമ്മറീസ്, അതായത് ഇപ്പോൾ SLM വളരെ ബ്രീഫ് ആണ്, ഒരുപാട് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാം നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു ടൈം പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽപ്പ് ബുക്ക് സമ്മറികളായിട്ടുള്ള കീ പോയിന്റ്സ് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എക്സാംസ് ഒക്കെ അടുക്കുന്ന സമയത്ത് നമുക്ക് എക്സാം പീഡിയാസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സുകളും ഓരോ സബ്ജക്റ്റിനും നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാ പേപ്പേഴ്സിന്റെയും എല്ലാ കോഴ്സസിന്റെയും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ എക്സാംസിന്റെ സമയത്ത് നമുക്ക് വായിക്കുന്ന സമയത്ത് ഒരു ഏരിയാസിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഒരു കൺസെപ്റ്റ് വായിക്കുന്നു അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്നു, അപ്പൊ ആ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സാം പീഡിയ വെച്ച് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിലുള്ള ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സും നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു സെക്ഷനാണ് PYQA, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയും. ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നിന്നുകൊണ്ടും ഏത് ബ്ലോക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതിൽ തന്നെ ഏത് യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്, ആ യൂണിറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഏതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എസ്സേസ് ഏതാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതാണ്, എത്ര തവണ റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിന്റെ ആൻസേഴ്സുകൾ എന്താണ്, അത് എത്ര വെയിറ്റേജസ് ആണ് വരുന്നത്. സോ അങ്ങനെ ഓരോ കോഴ്സിന്റെയും എല്ലാ പേപ്പേഴ്സിന്റെയും നിങ്ങൾക്ക് അതിന്റെ PYQ സെക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ലെസ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതാണ്, അതിനുശേഷം നമുക്ക് അതിനെ പഠനം എളുപ്പമാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാനും എക്സാംസിനകത്ത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ.
അതുപോലെ പിന്നെ ഹെൽപ്പ് ബുക്ക് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള മെറ്റീരിയൽസും നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് വളരെ ടഫ് ആയിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെൽപ്പ് ബുക്കിലുള്ള ഡെഫിനിഷൻസ്, അതിന്റെ ഡയഗ്രാംസ് എന്നെല്ലാം നമുക്ക് ഗോ ത്രൂ ചെയ്ത് പോവാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വീഡിയോസ് എന്ത് ചെയ്യാം, ഒന്ന് സ്ലോയിലിട്ട് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടഫ് ആയിട്ടുള്ള ഏരിയാസിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സാം ഏരിയാസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയാസിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയും നമുക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ടും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റീവ് മെന്റേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സെക്ഷൻസ് ഫാക്കൽറ്റീസിനോടോ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വിത്തൗട്ട് മെന്റേഴ്സിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് LSCയുടെ അടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സിലോട്ട് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് വീഡിയോ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ യൂണിറ്റ് റിവൈസ് ചെയ്യുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ബിസി വീക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.25x ഇട്ടുകൊണ്ട് നമുക്ക് കാണാം. ഇനിയിപ്പോ ഏതെങ്കിലും പോയിന്റിലേക്ക് ഇപ്പൊ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടു പോവുകയാണ്, പക്ഷെ ആ ഒരു സമയത്താണ് ഇപ്പൊ 20 മിനിറ്റ്സ് ആവുന്ന സമയത്ത് അതിൽ എന്ത് പറയുന്നുണ്ട്, ഒരു ഇക്വേഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നോട്ടിൽ മാർക്ക് ചെയ്ത് വെക്കാം, ഒരു ടൈം സ്റ്റാമ്പ് പോലെ. അതായത് 0.20, ഈ 20യിലാണ് എന്ത് പറയുന്നത്, ഇക്വേഷൻസ് പറയുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ഇക്വേഷൻ മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാലുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പൊ ലാസ്റ്റ് എക്സാം സമയത്തൊക്കെ നമുക്ക് ഒരിക്കലും എല്ലാ യൂണിറ്റിന്റെ വീഡിയോസ് വീണ്ടും കണ്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിന്റെയും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഈ എഴുതി വെച്ചുള്ള നോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, 0.20യിലാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കീവേഡ് പറയുന്നത് 0.20യിലാണ്. അപ്പൊ ആ ഒരു 0.20 എടുത്തുകൊണ്ട് ആ കീവേഡ് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അപ്പോഴേ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ടൈം സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ലൈവ് സെക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് ലൈവ് സെക്ഷൻസ് വരുന്നത്. സോ ഓരോ ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് റിവിഷൻ സെക്ഷൻസ് ആയിരിക്കും. നമുക്ക് നൈറ്റ് ആണ് ലൈവ് സെക്ഷൻസ് ഉണ്ടാകുന്നത്. 7 to 9 ഉള്ളിൽ ഒരു 1 hour സെക്ഷൻ ആണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ ആ സമയത്ത് അവൈലബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോസും നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും കാര്യങ്ങൾക്കും ലൈവ് സെക്ഷൻസ് യൂസ് ചെയ്യും. അതുപോലെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിന്റെ അടുത്തോ LSCയുടെ അടുത്തോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തായിട്ട് ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് 20 മാർക്കിന്റെ SC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് വലിയ ടോപ്പിക് അല്ലെങ്കിൽ വലിയ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് വളരെ ബ്രീഫ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. സോ നമുക്കത് ഈ ഒരു വാല്യൂ ആഡഡ് നോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ കീ പോയിന്റ്സ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സുകളായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്ക് ആ വലിയ ടോപ്പിക് ഒക്കെ ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാനും അതുപോലെ അത്തരം പോയിന്റ്സുകളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുന്നതോടെ നമുക്ക് എഴുതുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അത് ഓർത്തെടുക്കാനും കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ വാല്യൂ ആഡ് നോട്ടിൽ ഈ പറയുന്ന പോലെ എല്ലാത്തിന്റെയും ബുള്ളറ്റ് പോയിന്റ്സുകൾ, കീ ടേംസുകൾ, ഷോർട്ട് എക്സാമ്പിൾസ് കാര്യങ്ങൾ, വലിയ വലിയ ഡെഫിനിഷൻസ് ഒക്കെ വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള നമ്മൾ ഷോർട്ടായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഗോ ത്രൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ലാസ്റ്റായിട്ട് നമ്മുടെ എക്സാം PDS, എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സും നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇപ്പൊ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ എഴുതി നോക്കുക വേറൊരു പേപ്പറിൽ. കാരണം നിങ്ങൾ ആ ഒരു ഏരിയ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ അത് വായിക്കുന്നത്. അപ്പൊ സ്വയം ഒന്ന് ആ ഒരു ആൻസേഴ്സ് നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു എക്സാം PDയിലുള്ള ആൻസേഴ്സ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, എല്ലാ പോയിന്റ്സും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ, അതല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഈ പറയുന്ന പോലെ ഒന്ന് ഇനിയിപ്പോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു വട്ടം നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു, രണ്ടാമതൊരു തവണ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഒന്ന് എഴുതി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സാംസിന് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് 3 മണിക്കൂർ സമയമാണ് എക്സാംസിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാക്സിമം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി ആലോചിച്ചിരിക്കുക നമുക്ക് പെട്ടെന്ന് ഇടുന്ന എഴുതാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അസൈൻമെന്റ്സിന്റെ നിങ്ങൾക്ക് ആൻസർ ഗൈഡ് ബുക്ക് നമുക്ക് ആപ്പിനകത്ത് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏകദേശം നമുക്ക് അസൈൻമെന്റ്സ് ടൈം ആവുന്നത് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ സമയത്തായിരിക്കും. ഇഗ്നു ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആപ്പിനകത്ത് അതിന്റെ അസൈൻമെന്റ്സിന്റെ ആൻസർ ഗൈഡ് ബുക്ക് വരുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ആൻസർ ഗൈഡ് ബുക്ക് നമുക്ക് അതുപോലെ നോക്കി എഴുതാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മെത്തഡ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം.
ഓക്കെ. അപ്പൊ ഒരുപോലെ അതുപോലെ പകർത്തി വെക്കാതെ പകരം അതിന്റെ ഒരു മെറ്റീരിയൽ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ അതിനകത്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് പകർത്തി എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സുകളും ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലോട്ട് എഴുതാം. PYQA, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ മുതൽ ഏറ്റവും ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് എല്ലാം അതിൽ പറയുന്നുണ്ടായിരിക്കും. എത്രയാണ് വെയിറ്റേജസ് വരുന്നത്, ഓരോന്നിന്റെയും ഏതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, അതിന്റെ ആൻസേഴ്സ് എന്താണ്, എക്സാം ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള ഒരു അൾട്ടിമേറ്റ് സെക്ഷൻസ് ആയിരിക്കും PYQA എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു റിവിഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടുമാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറയുന്ന പോലെ നിങ്ങൾ 3 ഹവേഴ്സൊക്കെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ആൻസർ ചെയ്തതിനു ശേഷം അതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേണിംഗ് ആപ്പിൽ തന്നെ നമ്മൾ അവൈലബിൾ ആയിരിക്കും. സോ ആൻസർ ചെയ്തതിനു ശേഷം മാത്രം വീണ്ടും എന്ത് ചെയ്യാം, ആ ഒരു ആൻസേഴ്സ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാണ്ട് ശ്രദ്ധിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ എന്താണ്, ഓരോ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ അതൊന്ന് എഴുതി നോക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു എക്സാം എഴുതുന്ന പോലെ ആ ഒരു പേപ്പർ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൻസർ എഴുതിയതിനു ശേഷം അതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് എക്സാം സമയത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി വിത്ത് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻസും എക്സാം സ്പെഷ്യൽ ലൈവ് സെക്ഷൻസും ലഭിക്കുന്നുണ്ടായിരിക്കും. വിത്തൗട്ട് മെന്ററിലാണെങ്കിൽ ഉണ്ടായിരിക്കില്ല. ലൈവ് സെക്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. സൂമിലായിരിക്കും ഉണ്ടായിരിക്കുക. നൈറ്റ് 7 to 9 ഉള്ളിൽ ഒരു 1 hour സെക്ഷൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എക്സാം സമയത്ത് നമുക്ക് സ്പെഷ്യൽ ലൈവ് സെക്ഷൻസും കാര്യങ്ങളും നമുക്ക് വേറെ വരുന്നുണ്ടാവും. ഇനി അടുത്തായിട്ട് നമ്മൾ ലേൺവേഴ്സിൽ നിന്നുള്ള മറ്റൊരു ഹെൽപ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഇഗ്നോ മോഡൽ എക്സാംസിന്റെ സമയമാകുമ്പോൾ, ഞാൻ പറഞ്ഞു എക്സാംസിന് നമുക്ക് എക്സാംസ് ജൂണിലാണ് എക്സാംസ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ ഇപ്പോൾ നമ്മുടെ എക്സാംസിന് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ലേൺവേഴ്സ് തന്നെ അതിന്റെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഹെൽപ്പ് ഡെസ്ക് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. അടുത്തൊന്നാണ് ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്നത്. ഹാപ്പിനെസ് അംബാസഡർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ വളരെ വർക്കിലൊക്കെ വളരെ സ്ട്രെസ്ഡ് ആണ്, നിങ്ങൾക്ക് മൈൻഡ് ഫ്രീ അല്ല, ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. രണ്ടും നമുക്ക് ഓക്കെ ആയിരിക്കണം. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസുകളിൽ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന ആ ഒരു മാമിനെ നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് അവരോട് നമുക്കൊരു കൗൺസിലിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് ഒക്കെ നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്കൊന്ന് റിലീഫ് ആയിട്ട് മൈൻഡ് ഫ്രീ ആയതിനു ശേഷം നമുക്ക് വീണ്ടും പഠിക്കാനൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് EEP, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മുടെ ലേണിംഗ് സ്കിൽ മാത്രമല്ല, നമ്മുടെ റീഡിംഗ്, റൈറ്റിംഗ്, സ്പോക്കൺ വൊക്കാബുലറീസ്, ഗ്രാമേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു 100 ഡേയ്സിന്റെ ക്ലാസ്സസ് ഓൾറെഡി നമ്മുടെ ആപ്പിനകത്ത് അപ്ലോഡഡ് ആണ്. നമ്മൾ 10 ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മളത് ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. 2 ടൈം അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10:30 നിന്നും 7:30 ആയിരിക്കും. പക്ഷെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പറയുന്ന ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പോകാം. ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഏത് ദിവസം ഏത് വീഡിയോ ആണോ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ കാണുക, അത് പഠിക്കുക. അതിന്റെ SLM, അതുപോലെ അതിന്റെ ഹെൽത്ത് ബുക്ക്, എക്സാം PDFs, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വായിച്ചിട്ട് അന്നത്തെ ദിവസം ഏത് സബ്ജക്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടോ ആ സബ്ജക്റ്റിന്റെ വീഡിയോ കാണുക, അത് പഠിക്കുക. അതായിരുന്നു നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പക്കയായിട്ട് ഫോളോ ചെയ്ത് പോവുക. അതുപോലെ ഏത് ദിവസമാണ് നമുക്ക് ലൈവ് സെക്ഷൻസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡീറ്റെയിലായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അത് ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഓരോ സെക്ഷൻസ് കൂടെ നമുക്ക് വെക്കാം. ഓക്കെ. അപ്പൊ അത്രയാണ് ടൈം ടേബിളിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് സൺഡേസിൽ ടൈം ടേബിളിൽ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഇപ്പൊ നിങ്ങൾ വീക്കിലി പഠിച്ചു പോകുമ്പോൾ, ഇപ്പോൾ തിങ്കളാഴ്ച തൊഴിൽ നിങ്ങൾ ഡെയിലി വർക്കൊക്കെ കഴിഞ്ഞ് നൈറ്റാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ മോർണിംഗ് ആണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്, മോർണിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് ഒരു ഡേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വന്നു, ചൊവ്വാഴ്ച നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചൊവ്വാഴ്ചത്തെ ക്ലാസ് എന്ത് ചെയ്യുക, കമ്മിങ് വരുന്ന സൺഡേസിൽ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അങ്ങനെ അതായത് ഒരു വീക്കിൽ ഏതെങ്കിലും ഡെയിലി പെൻഡിങ് ആയിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾ സൺഡേ കവർ ചെയ്യുക.
അങ്ങനെ അത് കവർ ചെയ്തെടുക്കുക. ഇനി അതല്ല എല്ലാം നിങ്ങൾ കവേർഡ് ആണ്. വീക്കിലി ഓരോ ദിവസം പഠിക്കാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാം പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൺഡേ അതൊരു റിവിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ. ഓക്കെ. അടുത്തത് ആക്ഷൻ ടാസ്ക്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ സെക്ഷൻസിന്റെയും എൻഡില് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടാകും. ഓക്കെ. അപ്പോ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റിലും നമുക്കൊരു ആക്ഷൻ ടാസ്ക് വരുന്നുണ്ട്. അത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ട്ടോ. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സോ ഇതാണ് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ 04 വരുന്ന ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇതില് ഈ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക. പിന്നെ അതുപോലെ ഇഗ്നോയിൽ നിങ്ങൾ ഏത് കോഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒത്തിരി കോഴ്സസ് ഉണ്ട്. സോ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അസൈൻ ആയിട്ടുള്ള മെന്റേഴ്സ് അല്ലെങ്കിൽ LSC നെയിം, ഇപ്പോൾ ഇവിടെ എന്റെ പേര് കൊടുക്കുക. തെഹസിൻ എന്ന് പറയുന്ന എന്റെ പേര് കൊടുക്കുക. അത് നിങ്ങളുടെ വിത്തൗട്ട് മെന്ററിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ LSCയുടെ നെയിംസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന 6 കോഴ്സസ്, അതായത് 6 പേപ്പേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് റാങ്ക് ചെയ്യുക. അതായത് ആ 6 പേപ്പറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് ഏതാണ്, ആ ഒരു സബ്ജക്റ്റിന് റാങ്ക് 1 എന്ന് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് കേട്ടോ. ഓരോ പേപ്പറിനും നിങ്ങൾ ഓരോ റാങ്ക് 1, റാങ്ക് 2 എന്ന് പറഞ്ഞിട്ട് ഓരോ റാങ്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് MA സൈക്കോളജിയുടെ പേപ്പേഴ്സിന്റെ റാങ്ക് 1, 2 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസിനായിരിക്കണം കൊടുക്കണം. നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അതുപോലെ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് വേറെ അടുത്തത് കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ 6 എണ്ണത്തിന് നിങ്ങൾ റാങ്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് എടുക്കുന്ന ഈ ഒരു ഫസ്റ്റ് റാങ്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സബ്ജക്ട് എന്തുകൊണ്ട് നിങ്ങളത് ചൂസ് ചെയ്തു, അതിന്റെ കാരണം എന്താണെന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു റാങ്ക് ഏത് സബ്ജക്റ്റിനാണ്, എന്തുകൊണ്ട് അത് കൊടുക്കാൻ കാരണം എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അടുത്തായിട്ട് നിങ്ങളുടെ ലേണിംഗ് ഇന്റൻഷൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എഡ്യൂക്കേഷൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു PGക്ക് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണോ, അതല്ല PhDക്ക് വേണ്ടിയിട്ടാണോ, റിസർച്ചിന് വേണ്ടിയിട്ടാണോ, ഒരു കരിയർ ഗ്രോത്തിനാണോ? അപ്പൊ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം പറ്റുമെന്നാണെങ്കിൽ, അതായത് എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ടിക്ക് ചെയ്യാം. ഇനി അതല്ല മറ്റെന്തെങ്കിലും ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ നിങ്ങളുടെ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് എന്താന്നുള്ളതൊന്ന് പിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ മോർണിംഗ് ആണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈവനിങ് ആണോ, നൈറ്റ് ആണോ, എപ്പോഴാണോ എന്നുള്ളത് അതെന്ത് ചെയ്യാം, ഒന്നിവിടെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അടുത്തായിട്ട് കോൺഫിഡൻസ് ലെവലിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്ത സമയത്തും അതുപോലെ ഇപ്പൊ ഈ ഒരു ആഫ്റ്റർ സെക്ഷൻ നിങ്ങളുടെ സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ സമയത്തും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം ഉണ്ട്, അപ്പൊ അത് എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ കോഴ്സ് പ്രോഗ്രാംസ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന എത്ര കോഴ്സസ് ഉണ്ട്, എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, ഓരോ ബ്ലോക്കിലും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, അതുപോലെ നമുക്ക് ലേണേഴ്സിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്, റെക്കോർഡ് ക്ലാസ്സസ്, ഹെൽപ്പ് ബുക്സ്, എക്സാം വീഡിയോസ്, അസൈൻമെന്റ്സ്, എക്സാംസിനെ പറ്റിയിട്ട്, അതുപോലെ PYQs, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ടൈം ടേബിളിന്റെ കാര്യം. ടൈം ടേബിൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ടൈം ടേബിൾ കിട്ടും. ജസ്റ്റ് ഒരു 10 ഡേയ്സിൽ നമുക്ക് ടൈം ടേബിൾ എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു സെക്ഷൻ കൂടെ നിങ്ങൾക്ക് ടൈം ടേബിൾ എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്ക് വെക്കാം. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു ആക്ഷൻ ടാസ്കും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ഹൊറിസോണ്ടൽ ഒരു ലേണേഴ്സ് പ്രൊഫൈൽ, അതായത് ഒരു ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ഷൻ ടാസ്കിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് ആരെങ്കിലും ഇനിയും ഫില്ല് ചെയ്യാൻ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പെട്ടെന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ താങ്ക് യു ഫോർ ജോയിനിങ്. ഇന്നത്തെ സെക്ഷനിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരും താങ്ക്സ് പറയുന്നു. സോ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ആക്ഷൻ ടാസ്ക് കാര്യങ്ങൾ ഞാൻ ആഫ്റ്റർ സെക്ഷൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.